സോയ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന സോയ നന്നായി ഡ്രെയിൻ ചെയ്ത് പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തത് ഒരു 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന സോയ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സോയ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് സോസുകൾ മിക്സ് ചെയ്ത് വെക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. മാറ്റി വെക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1 സവാള, 2 ടീസ്പൂൺ ക്യാരറ്റ്, 2 പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞത് ഇട്ട് ഇളക്കുക. അതിനുശേഷം ക്യൂബ്സായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 സവാള, 1/2 കപ്പ് ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ തക്കാളി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വേഗത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. പാത്രം കാലിയാകുന്ന വേഗം അറിയുകയില്ല. താങ്ക് യു.